ദുര്യോധനൻ, അധർമ്മത്തിന്റെ മുഖം, പാണ്ഡവരുടെ ശത്രു. എന്നിരുന്നാലും ഇത്രയും വലിയ ഇതിഹാസത്തിൽ ഒരാൾക്ക് ഒരു നല്ല ഗുണം പോലും ഇല്ലായിരുന്നു. കർണനെ എല്ലാവരും അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് രാജാവാക്കിയതും ദുര്യോധനനല്ലേ? യുദ്ധത്തിന്റെ അവസാന നിമിഷം വരെ പിൻവാങ്ങാതെ പോരാടിയ ധീരനായ യോദ്ധാവും അദ്ദേഹം തന്നെയല്ലേ? തന്റെ സുഹൃത്തുക്കളെയും അനുയായികളെയും അവസാന ശ്വാസം വരെ കൈവിടാതെ വിശ്വസ്തനായി നിന്നതും അദ്ദേഹമല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഈ വശങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? ചരിത്രവും ഇതിഹാസവും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഒരു മനുഷ്യനും പൂർണ്ണമായും നല്ലവനോ പൂർണ്ണമായും കൊള്ളരുതാത്തവനോ അല്ല എന്നാണ്. മഹാഭാരതം പോലും ദുര്യോധനനെ വെറുമൊരു വില്ലനായി മാത്രം അവതരിപ്പിക്കുന്നില്ല. അസാമാന്യ കഴിവുകളും മികച്ച ഗുണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും തെറ്റായ തീരുമാനങ്ങളും അഹങ്കാരവും അസൂയയും കാരണം സ്വന്തം ജീവിതം തന്നെ നശിപ്പിച്ച ഒരു സങ്കീർണ മനുഷ്യനായിരുന്നു അദ്ദേഹം. ദുര്യോധനൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അഹങ്കാരവും അസൂയയും അധികാരമോഹവും ഉള്ളവനാണ്. മഹാഭാരതത്തിലെ പ്രധാന പ്രതിനായകനായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായും കറുപ്പോ വെളുപ്പോ ആയി ചിത്രീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ തെറ്റുകളല്ല, അധികം സംസാരിക്കപ്പെടാത്ത ചില നന്മവശങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് ഇതിഹാസം വിവരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ സൗഹൃദമാണ്. ലോകം മുഴുവൻ എതിർത്തു നിന്ന സമയത്ത് പോലും കർണന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ദുര്യോധനൻ രാജവംശജൻ അല്ല എങ്കിലും അപമാനിക്കപ്പെട്ട കർണനെ അംഗദേശത്തിന്റെ രാജാവായി പ്രഖ്യാപിച്ചു. സമൂഹത്തിൽ ബഹുമാന്യനായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ജീവിത അവസാനം വരെ കൈവിടാതെ കൂടെ നിർത്തുകയും ചെയ്തു. പലരും ഇത് ദുര്യോധനന്റെ രാഷ്ട്രീയ നീക്കമായി കണക്കാക്കുന്നു എങ്കിലും സൗഹൃദത്തിൽ അദ്ദേഹം കാണിച്ച നിലപാട് നിഷേധിക്കാൻ ആവില്ല. കൂടാതെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ധൈര്യമാണ്. യുദ്ധത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം ഒളിച്ചോടിയില്ല. തന്റെ പക്ഷത്തുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു. ശേഷവും അദ്ദേഹം പോരാട്ടം തുടർന്നു. അവസാനമായി ഭീമനുമായി ഗദായുദ്ധത്തിന് ഇറങ്ങുന്നു. പരാജയം ഉറപ്പായ സാഹചര്യത്തിൽ പോലും യുദ്ധഭൂമി വിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ ധീരതയുടെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഗദായുദ്ധത്തിൽ ദുര്യോധനൻ അതീവ പ്രാവീണ്യമുള്ള യോദ്ധാവായിരുന്നു. ഗുരുവായ ബലരാമനിൽ നിന്നും ലഭിച്ച പരിശീലനം അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഗദായുദ്ധ വിദഗ്ധരിൽ ഒരാളാക്കി മാറ്റി. ഭരണകാര്യങ്ങളിലും ദുര്യോധനൻ കഴിവുണ്ടായിരുന്നവനാണെന്ന് മഹാഭാരതത്തിലെ ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു. ഹസ്തിനാപുരത്തിന്റെ ഭരണ സംവിധാനം അദ്ദേഹത്തിന്റെ കാലത്ത് തകർന്നു വീണില്ലായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ശക്തിയെ നിലനിർത്താൻ അദ്ദേഹം നന്നായി ശ്രമിച്ചിരുന്നുവെന്ന് വിവരങ്ങൾ കാണാം. സ്വന്തം പക്ഷത്തുള്ള സൈനികരുടെയും രാജാക്കന്മാരുടെയും വിശ്വാസം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ദുര്യോധനൻ ആവശ്യക്കാരെ സഹായിക്കുന്നതിലും ദാനധർമ്മങ്ങളിൽ പങ്കാളിയാകുന്നതിലും പിന്നിലായിരുന്നില്ല. മറ്റൊരു പ്രധാന വശം സ്വന്തം അനുയായികളോടുള്ള വിശ്വസ്തത ആണ്. ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ശകുനി, കർണൻ തുടങ്ങിയവരെ അദ്ദേഹം അവസാന നിമിഷം വരെ കൈവിട്ടില്ല. തന്റെ പക്ഷം ദുർബലമാകുമ്പോഴും അവരുടെ കൂടെ ഉറച്ചു നിന്നു. ചില സാഹചര്യങ്ങളിൽ ദുര്യോധനൻ സാമൂഹിക പദവിയേക്കാളും കഴിവിന് പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു. മേൽ പറഞ്ഞതുപോലെ തന്നെ കർണനെ ഉയർത്തിക്കൊണ്ടുവന്ന സംഭവം തന്നെ ഉദാഹരണമാണ്. ജന്മത്തിന്റെ പേരിൽ ഒരാളെ തള്ളിക്കളയരുത് എന്നാണ് ദുര്യോധനൻ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. ഒരു വശത്ത് അദ്ദേഹം ഉറച്ച മനസ്സിന്റെ അടയാളമാണെങ്കിൽ മറുവശത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത സ്വഭാവമാണ്. അതുതന്നെയാകുന്നു അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്കും കാരണം. ആ ഗുണത്തെ നല്ലതും ചീത്തയുമായി മഹാഭാരതം കാണിച്ചു തരുന്നു. ദുര്യോധന രാജാവിൽ നിന്നും ധൈര്യവും സൗഹൃദവും നേതൃത്വവും കഴിവിനെ അംഗീകരിക്കുന്ന മനോഭാവവും ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അസൂയ, അധികാരമോഹം, അഹങ്കാരം, അധർമ്മത്തെ പിന്തുണച്ച തീരുമാനങ്ങൾ എന്നിവയുടെ നിഴലിൽ മറഞ്ഞുപോയി.
പ്രത്യേകിച്ച് പാണ്ഡവർക്കെതിരായ ഗൂഢാലോചനകൾ, ദ്രൗപദിയുടെ അപമാനത്തെ തടയാതിരുന്നത്, കൃഷ്ണന്റെ സമാധാന ശ്രമം നിരസിച്ചത് തുടങ്ങിയ തീരുമാനങ്ങൾ അദ്ദേഹത്തെ ചരിത്രത്തിലെ പ്രതിനായകനാക്കി മാറ്റി. അതുകൊണ്ട് ദുര്യോധനന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രം മതിയാകില്ല. ആ ഗുണങ്ങളെ നയിക്കുവാനുള്ള ധർമ്മബോധവും നീതിബോധവും വിവേകവും ഉണ്ടായിരിക്കണം എന്നാണ്. ധൈര്യവും സൗഹൃദവും വിശ്വസ്തതയും മഹത്തായ ഗുണങ്ങളാണെങ്കിലും അവ അധർമ്മത്തിന്റെ പക്ഷത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലം വിനാശമാകും. അതിനാൽ ദുര്യോധനനെ ഒരിക്കലും വെറും വില്ലനായോ അതുപോലെ തന്നെ മഹാനായ നായകനായോ കാണാനാകില്ല എന്ന് മഹാഭാരതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് എത്ര മികച്ച കഴിവുകളും എത്ര നല്ല ഗുണങ്ങളും ഉണ്ടായാലും അവയെ നയിക്കുന്നത് ശരിയായ മൂല്യബോധത്തോടെ അല്ലെങ്കിൽ ആ ഗുണങ്ങൾ പോലും അവനെ രക്ഷിക്കില്ല എന്നാണ്. അതുകൊണ്ട് മഹാഭാരതം നമ്മെ ഒരു വില്ലന്റെ കഥ മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തിന്റെ സങ്കീർണതകളെ കുറിച്ചുള്ള ഒരു മഹത്തായ പാഠവും പഠിപ്പിക്കുന്നു. ഒരാളെ നല്ലവനെന്നും പൂർണ്ണമായും കെട്ടവനല്ലെന്നും വിധിക്കാനാവില്ല. ഓരോ മനുഷ്യന്റെയും ഉള്ളിലെ വെളിച്ചവും ഇരുട്ടും ഒരുപോലെ ഉണ്ടാകാം. എന്തിനാണ് നമ്മൾ കൂടുതൽ ശക്തി കൊടുക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ നല്ല ഗുണങ്ങളെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തെറ്റുകളെ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് മഹാഭാരതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.